നമസ്തേ, ഭദ്രവിളക്കമ്മ ശരണം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള സൗഹൃദം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ്. പ്രാചീന കാലഘട്ടത്തിൽ മക്കളെ കൂടുതൽ തല്ലിപ്പഠിപ്പിച്ചും വഴക്ക് പറഞ്ഞ് പഠിപ്പിച്ചുമൊക്കെയാണ് ആ യുഗത്തിൽ മുന്നോട്ട് വന്നിരുന്നെങ്കിലും ഇപ്പോഴത്തെ പുതിയ വിദ്യാഭ്യാസ രീതി അനുസരിച്ചിട്ട് സ്കൂളുകളിലെ കുട്ടികളെ തല്ലുന്നത് ഒക്കെ ഗവൺമെൻറ് നിരോധിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മൾ സ്നേഹത്തോടു കൂടി മാതാവും പിതാവും അധ്യാപകരും സ്നേഹനിധികളായ നമ്മുടെ മക്കളെ സ്നേഹത്തോടു കൂടി പരിപാലിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വിദ്യ അവർക്ക് ഉൾക്കൊള്ളുവാനും ആ വിദ്യ ഉൾക്കൊണ്ട് കഴിയുമ്പം തൻ്റെ ഗുരുവിനെ ബഹുമാനിക്കുവാനും തൻ്റെ മാതാവിനെ ബഹുമാനിക്കുവാനും പിതാവിനെ അംഗീകരിക്കുവാനും ഒക്കെ പറ്റുന്ന അവരിൽ ഒരാളായി, ആ മക്കളിൽ ഒരാളായി നമ്മൾ 50 60 വയസ്സുള്ള അച്ഛനാണേലും അമ്മയാണേലും അവരിൽ ഒരാളായിട്ട് തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം സ്നേഹനിധികളായ കളിക്കൂട്ടുകാരനായി മാറുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ കുഞ്ഞുങ്ങളെ ഈ യുഗത്തിൽ മറ്റ് അനർത്ഥങ്ങളിലേക്കൊന്നും പോകാതെ കണ്ട് സ്നേഹത്തോടുകൂടി നമുക്ക് ആ കുഞ്ഞുങ്ങളെ നമ്മളിൽ ഒരാളാക്കി നിർത്തിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ വേണ്ട വിധത്തിലുള്ള അംഗീകാരം കിട്ടത്തക്ക വിധത്തിലുള്ളൊരു നല്ല പുത്രിയായിട്ടോ പുത്രനായിട്ടോ വാർത്തെടുക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഓം ഭദ്രവിളക്കമ്മേ ശരണം.